തുപ്പാക്കി, ഗജനി എന്നീ പടങ്ങളെടുത്ത AR മുരുകദോസിന്റെ രാജാവരാധം. എങ്ങനെ? അതെ, രാജാവിന്റെ അവരാധമാണ് സിക്കന്ദർ. ഈ പടം ദുരന്തമാകുമെന്ന് ഈ പടത്തിന്റെ മ്യൂസിക് കേൾക്കുമ്പോഴേ അറിയാം. പടത്തിൽ നമ്മുടെ നായകൻ സല്ലുഭായിയുടെ എൻട്രി എയറിലാണ് സുഹൃത്തുക്കളെ. വ്യക്തമായില്ല. അതായത് ഫ്ലൈറ്റിലാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതൊക്കെ ഇരിക്കട്ടെ, പടത്തിൽ ബായി ആരാണെന്നറിയാമോ? രാജാവാണ്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഈ രാജാവിന്റെ രാജ്ഞിയാണ് നമ്മുടെ രശ്മിക മന്ദാന. പാൻ ഇന്ത്യൻ വെറുപ്പിക്കൽ സ്റ്റാറായ രശ്മിക മന്ദാന ഒരു സൈഡിൽ നിന്ന് വെറുപ്പിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് കൂടുതൽ വെറുപ്പിക്കാൻ നിൽക്കാതെ നമ്മുടെ നായിക പെട്ടിയിലാകുന്നത്. സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും നായികയെ ശ്രദ്ധിക്കാനൊന്നും നമ്മുടെ നായകൻ സമയം കണ്ടെത്തില്ല. പക്ഷെ വേണമെങ്കിൽ നായികയായിട്ട് പോയി ഡാൻസ് കളിക്കും. അങ്ങനെ നായിക മരിച്ചത് താങ്ങാനാവാത്ത നമ്മുടെ നായകൻ ഒരു കവിത പാടി അങ്ങോട്ട് കരയും. വട്ടായി പോയെന്ന് തോന്നുന്നു. ബാലേട്ടന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണെന്ന്. എന്നിട്ട് ഈ കവിതയൊക്കെ പാടിക്കഴിഞ്ഞ് മുംബൈയിലേക്ക് പോകാൻ നമ്മുടെ സല്ലുഭായി പ്ലാൻ ഇടും. അങ്ങനെ മുംബൈയിലെത്തിയ സല്ലുഭായി ഭാര്യ മരിച്ചിരിക്കുന്ന സങ്കടത്തിൽ ഒരു ഹോളി അങ്ങോട്ട് ആഘോഷിക്കും. ജീവിച്ചിരുന്നപ്പോൾ വാട്സപ്പിൽ അയച്ച മെസ്സേജ് നോക്കാനും വരച്ച പെയിന്റിംഗ് നോക്കാനും വിഷമമില്ലാത്ത സല്ലുഭായിയാണ് ഭാര്യ മരിച്ചാൽ എന്ത് മരിച്ചില്ലെങ്കിൽ എന്ത്. സംഗതി നമ്മുടെ സല്ലുഭായി മുംബൈയിലേക്ക് വന്നത് മറ്റൊന്നിനും ആയിരുന്നില്ല. നമ്മുടെ നായിക മരിക്കുന്നതിന് മുന്നേ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഓർഗൻസ് റിസീവ് ചെയ്ത ആളുകൾ മുംബൈയിലാണ് ഉള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആ ഓർഗൻസ് റിസീവ് ചെയ്തവർക്ക് കുഴപ്പമൊന്നും വരാതിരിക്കാനാണ് നമ്മുടെ നായകൻ മുംബൈയിലേക്ക് വണ്ടി കയറിയത്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അങ്ങനെ ഈ ഓർഗൻസ് റിസീവ് ചെയ്തവരെ അന്വേഷിച്ച് ആദ്യം നമ്മുടെ ബായി ഒരു പാവം ചെറുക്കനെ കാണാനായിട്ട് പോകും. ഈ ചെറുക്കന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ചെറുക്കന്റെ ഏരിയയിൽ കുറെ പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുന്നത് കൊണ്ട് അവന് ശ്വാസം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ബായി നേരെ പോയി പ്ലാസ്റ്റിക് കത്തിക്കുന്നവരെ അടിച്ച് റൊട്ടിയാക്കും. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബായി രശ്മിക കണ്ണ് ഡൊണേറ്റ് ചെയ്ത കാജലിനെ കാണാൻ പോയി കണ്ണും നോക്കി നിൽക്കും. പിന്നെ ഇത് പതിവാകും. കണ്ണ് കാണാൻ നമ്മുടെ ബായി നിരന്തരം പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്ത റിസീവറിനെ കാണാൻ നമ്മുടെ ബായി പോകുമ്പോഴാണ് ആ സത്യം നമ്മുടെ ബായി മനസ്സിലാക്കുന്നത്. അതായത് നമ്മുടെ റിസീവറിന് ഹാർട്ട് ബീറ്റ് സ്ലോ ആണെന്ന്. ഈ കുട്ടിയുടെ ഹാർട്ടിന് എന്താണ് സംഭവിച്ചത് എന്ന് വച്ചാൽ റിലേഷൻ ബ്രേക്ക് ആവുമ്പോൾ ഹാർട്ട് ബ്രോക്കൺ ആവില്ലേ, അത് ലിറ്ററലി സംഭവിക്കുന്നതാണ്. ആ ഹാർട്ട് മാറ്റിയാണ് രശ്മികയുടെ ഹാർട്ട് വെച്ചിരിക്കുന്നത്. നല്ല ബെസ്റ്റ് കഥ. ഉടനെ അയച്ചു കൊടുത്താൽ അടുത്ത ബാലരമയിൽ വരും. അങ്ങനെ രശ്മികയുടെ ഹാർട്ട് ബ്രോക്കൺ ആകാതിരിക്കാൻ ആ റിലേഷൻ വേണ്ട എന്നൊക്കെ നമ്മുടെ ബായി ഉപദേശിക്കും. പിന്നെ പെണ്ണ് നാഗവലി ആകുന്നത് കണ്ട് നമ്മുടെ ബായി കോയ് ബാത്ത് നഹീം എന്നൊക്കെ പറഞ്ഞ് എല്ലാം സോൾവ് ആക്കും. പിന്നെ ഒരു കാർ ചേസാണ് സുഹൃത്തുക്കളെ. ഇതെന്താന്ന് വെച്ചാൽ ഇതിനു മുന്നേ, അതായത് പടത്തിന്റെ തുടക്കത്തിൽ നായകൻ മിനിസ്റ്ററിന്റെ മകനെ അടിച്ച് റൊട്ടിയാക്കും. പക്ഷെ ഇത് ഏതോ ഒരുത്തൻ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പോസ്റ്റ് ചെയ്ത് ഈ അടി വൈറലാകും. ഇതുകൊണ്ടാണ് ഇവൻ ബായിയെ ചേസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഈ മിനിസ്റ്ററിന്റെ മകൻ നേരെ തീയൊക്കെ കത്തിച്ച് ബായിയുടെ വണ്ടിയിൽ എറിയാനൊക്കെ നോക്കും. പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് പാളിപ്പോയി സ്വന്തം വണ്ടിയിൽ തന്നെ വന്നു വീഴും. അതോടുകൂടി ഇതെല്ലാം കത്തിപ്പിടിച്ച് മിനിസ്റ്ററിന്റെ മോൻ പടമാകും. ഇത്രയും ഗതികെട്ട ഒരു വില്ലൻ ഹിന്ദി സിനിമയുടെ ചരിത്രത്തിൽ തന്നെ കാണൂല. പിന്നെ നമ്മുടെ മിനിസ്റ്റർ വെറുതെ ഇരിക്കുമോ? നമ്മുടെ ബായുടെ കുടുംബത്തിലെ എല്ലാവരെയും തീർക്കാൻ നമ്മുടെ മിനിസ്റ്റർ അങ്ങോട്ട് ഇറങ്ങും. പക്ഷെ അവിടെയാണ് വേറൊരു ട്വിസ്റ്റ്. സത്യത്തിൽ നമ്മുടെ ബായിക്ക് കുടുംബമേ ഇല്ല. കുടുംബത്തിലുള്ള എല്ലാവരെയും നേരത്തെ ആരൊക്കെയോ തീർത്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ മിനിസ്റ്റർ ഒരു രക്ഷയുമില്ലാതെ ഓർഗൻസ് ചെയ്ത 3 പേരെയും കൊല്ലാനായിട്ട് നോക്കും. അതിനായിട്ട് കുറെ ഗുണ്ടകളെ അവരുള്ള ഹോസ്പിറ്റലിലേക്കും അയക്കും. അങ്ങനെ അപകടം മണത്തറിഞ്ഞ നമ്മുടെ നായകൻ ഒരു ബാഹുബലി ഫൈറ്റൊക്കെ ഇട്ട് ഗുണ്ടകളെ എല്ലാം തടയും. അങ്ങനെ ഇവരെല്ലാം ഒതുക്കിയിട്ട് നമ്മുടെ ബായി മിനിസ്റ്ററിനെയും കൂടെ അങ്ങ് തട്ടിക്കളയും. അതോടെ പടവും തീരും.